നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്പെയിനിലേക്കുള്ള 6 ദിവസത്തെ ഔദ്യോഗിക അപ്പസ്തോലിക സന്ദർശനം പൂർത്തിയാക്കി ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി. കാനറി ദ്വീപുകളിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് മാർപ്പാപ്പയുടെ സ്പെയിൻ സന്ദർശനത്തിന് സമാപനമായത്. 6 ദിവസം നീണ്ടുനിന്ന പര്യടനത്തിൽ വിവിധ സഭാ ചടങ്ങുകളിൽ പങ്കെടുത്ത മാർപ്പാപ്പ വിശ്വാസികളെയും സാമൂഹിക പ്രവർത്തകരെയും കുടിയേറ്റക്കാരെയും നേരിൽ കണ്ട് സംസാരിച്ചു. കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾക്ക് ആഗോളതലത്തിൽ പരിഹാരം കാണേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കയിൽ മതസ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ബേക്കറ്റ് ഫണ്ട് ഫോർ റിലീജിയസ് ലിബർട്ടിയുടെ സേവനങ്ങളെ ലിയോ 14 മാർപ്പാപ്പ അഭിനന്ദിച്ചു. മതസ്വാതന്ത്ര്യം എന്നത് വെറുമൊരു നിയമപരമായ അവകാശം മാത്രമല്ലെന്നും അത് മനുഷ്യന്റെ അന്തസ്സിനെയും മനസാക്ഷിയെയും സംരക്ഷിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. മതപരമായ വിശ്വാസങ്ങളെ വെറും വ്യക്തിഗതമായ കാര്യമായി ചുരുക്കരുതെന്നും അത് സമൂഹത്തിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഹോണ്ടുറാസിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കടുത്ത സാമൂഹിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പ്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അനിയന്ത്രിതമായ കുടിയേറ്റം, അക്രമങ്ങൾ, ഭരണതലത്തിലെ അഴിമതി എന്നിവ കുടുംബങ്ങളുടെ സ്ഥിരതയെയും ഭദ്രതയെയും പൂർണ്ണമായി തകർക്കുന്നതായി ഹോണ്ടുറാസിലെ കത്തോലിക്ക മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വിദ്യാലയമാണ് കുടുംബം എന്ന പ്രമേയത്തിൽ മെത്രാൻ സമിതി പുറത്തിറക്കിയ പ്രത്യേക സന്ദേശത്തിലാണ് രാജ്യത്തെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചത്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് പാർക്കിൽ അജ്ഞാതർ കുരിശ് കത്തിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധം. അങ്ങേയറ്റം വെറുപ്പിന്റെയും ഭീഷണിപ്പെടുത്തലിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഇത്തരമൊരു നടപടി സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും നേർചിത്രമാണെന്ന് ഷിക്കാഗോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബ്ലേസ് ക്യൂപിച്ച് വ്യക്തമാക്കി. സംഭവത്തിൽ ഷിക്കാഗോ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ നടന്ന ഈ സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. മതപരമായ ചിഹ്നങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ അതിക്രമത്തെ രാഷ്ട്രീയ മത നേതാക്കൾ ഒന്നടങ്കം അപലപിച്ചു. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ G7 ഉച്ചകോടി അടിയന്തരമായി ഇടപെടണമെന്ന് കത്തോലിക്ക ബിഷപ്പുമാരുടെ ആഗോള സമിതി ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും മനുഷ്യാന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള നയങ്ങൾ രൂപീകരിക്കണമെന്ന് ബിഷപ്പുമാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. യുദ്ധങ്ങൾ, ദാരിദ്ര്യം, കാലാവസ്ഥാ വ്യതിയാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച തുടങ്ങിയ നിർണായക പ്രതിസന്ധികളെ നേരിടാൻ വികസിത രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും സഭ ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.